നമസ്കാരം. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് വാങ്ങിക്കുന്ന വേളയിൽ പ്രൊമോഷൻ ലഭിച്ചാൽ റീഫിക്സേഷന് അർഹതയില്ല. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് അതീത വർധന ഒരു ജീവനക്കാരന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന ശമ്പളം, ബേസിക് പേ, ആ ജീവനക്കാരനെ അനുവദിച്ചിരിക്കുന്ന ശമ്പള സ്കെയിലിൽ പരമാവധിയിൽ എത്തിക്കഴിഞ്ഞാൽ തുടർന്ന് ലഭിക്കുന്ന ഇൻക്രിമെന്റ് ആണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്. 1/7/2019 മുതലുള്ള 11ാം ശമ്പള പരിഷ്കരണം മുതൽ 5 സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് 6 വർഷത്തിനുള്ളിൽ ലഭിക്കും. ഒരു വർഷത്തിന് 1 എന്ന തോതിൽ 4 ഇൻക്രിമെന്റും അതിനുശേഷം ഇൻക്രിമെന്റിന് യോഗ്യമായ 2 വർഷം സേവനം പൂർത്തിയാക്കുമ്പോൾ 5ാമത് ഇൻക്രിമെന്റും ലഭിക്കും. അതായത് 6 വർഷത്തിനുള്ളിൽ 5 ഇൻക്രിമെന്റ്. 2 വർഷത്തിലൊരിക്കൽ ലഭിക്കുന്ന ഇൻക്രിമെന്റിന് ബൈനിയൽ ഇൻക്രിമെന്റ് എന്നാണ് വിളിക്കുന്നത്. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് നിരക്ക് എപ്പോഴും ഓരോ ശമ്പള സ്കെയിലിൻ്റെയും പരമാവധിയിൽ എത്തുന്നതിന് മുമ്പുള്ള ഇൻക്രിമെന്റ് നിരക്കായിരിക്കും. അതായത് സ്കെയിൽ ഓഫ് പേയുടെ ലാസ്റ്റ് ഇൻക്രിമെന്റ് റേറ്റ്. പാർട്ട് ടൈം കണ്ടിൻജന്റ് ജീവനക്കാർക്ക് പരമാവധി 3 സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ലഭിക്കൂ. ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളുടെ ശമ്പള സ്കെയിലാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുക. 63,700 തൊട്ട് 1,23,700 വരെ. 2,800 ഇൻക്രിമെന്റ് വാങ്ങിച്ച് 1,23,700 വാങ്ങിച്ചതിന് ശേഷം തുടർന്ന് ആ സ്കെയിലിൽ ഇൻക്രിമെന്റ് റേറ്റ് ഇല്ല. ആ സാഹചര്യത്തിൽ, ആ സന്ദർഭത്തിലാണ് 5 സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് 6 വർഷത്തിനുള്ളിൽ അനുവദിക്കുക. 2,800 ഈ സ്കെയിൽ ഓഫ് പേയിലെ അവസാനമായ ഇൻക്രിമെന്റ് റേറ്റ്. അത് തന്നെയായിരിക്കും സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ആയിട്ടും തുടർന്നും ലഭിക്കുക. ഇങ്ങനെ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ലഭിച്ച് പരമാവധി 1,66,800 എത്തിക്കഴിഞ്ഞാൽ തുടർന്ന് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ലഭിക്കുകയില്ല. ഇത്തരത്തിൽ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പ്രൊമോഷൻ ലഭിച്ചാൽ ശമ്പള നിർണയത്തിന്റെ ഭാഗമായിട്ടുള്ള റീഫിക്സേഷന് ഇങ്ങനെയുള്ളവർക്ക് അർഹതയില്ല. പ്രൊമോഷൻ ഡേറ്റ് ആയിരിക്കും തുടർന്നുള്ള ഇൻക്രിമെന്റ് ഡേറ്റ്. താങ്ക് യു.